ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് മധുരം കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പായസമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു അരമണിക്കൂറൊന്ന് കുതിർക്കാം. അരമണിക്കൂറിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും അരമണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും കൂടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സാണോ അത് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് മുന്തിരിയും കൂടി ഒന്ന് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഈ ഒരു നെയ്യിൽ കിടന്നിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ഒരു 4 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചവ്വരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചവ്വരി ഒന്ന് വെന്ത് വരട്ടെ. ചവ്വരി പെട്ടെന്ന് തന്നെ വെന്ത് വരും, കാരണം നമ്മളിത് കുതിർത്തി എടുത്തിട്ടുള്ളതായതുകൊണ്ട് ഒരു 3 മിനിറ്റൊക്കെ മതിയാകും, അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് വരും. മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അളവിൽ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആയിട്ടുള്ള ശർക്കരയാണെങ്കിൽ പാനിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും. പാനിയായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളത്തിൽ ഒന്ന് പാനിയാക്കി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഇവിടെ ഞാൻ 1 കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പശുവും പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിന് തന്നെയാണ് നമുക്ക് ഇരിക്കുന്നത്. എന്നാൽ അത്യാവശ്യം കോരി കുടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവം തന്നെയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ പായസത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ട്, ബദാം, മുന്തിരി എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ചവ്വരി പായസം റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ്. നമ്മളെപ്പോഴും തയ്യാറാക്കുന്ന പായസത്തിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. ക്യാരറ്റിൻ്റെ ആ ഒരു ചൊവയൊന്നും ഇതിനില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പായസത്തിന്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കണം എന്ന് തോന്നിയാൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചവ്വരി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.